അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടപ്പിറപ്പുകളായി നിലച്ചു. ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് അക്ഷരം പകർന്ന് അവരെ കൈപ്പിടിച്ചുയർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീതാലക്ഷ്മി ടീച്ചർ ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. നമ്മുടെ 36ഓളം വർഷം നമ്മുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച ഒരുപാട് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ പാഠം നൽകിയ ഗീതാലക്ഷ്മി ടീച്ചർക്കുള്ള യാത്രയപ്പ് വേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടുള്ള വിദ്യാലയങ്ങളിൽ ഒന്ന് ഈ വിദ്യാലയം കൂടിയാണ് എന്ന് ഇവിടെ അധ്യക്ഷന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ബഹുമാനത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒരു ജോലിയാണ് അധ്യാപിക ജോലി. അത്രത്തോളം മഹത്തരമായ മറ്റൊരു ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഏതായാലും ടീച്ചർക്ക് നല്ല ഒരു ഭാവി തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ പിഞ്ചു മക്കളെ അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുത്ത ഗീതാലക്ഷ്മി എന്ന ടീച്ചറെ യാത്രയപ്പിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എന്തിലധികം പറയാമോ നിഷ്കളങ്കമായ ഉള്ളടത്തിന്റെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് നമ്മുടെ ടീച്ചർ ഗീതാലക്ഷ്മി ടീച്ചർ ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. ശിഷ്ടജീവിതം അനുഗ്രഹീതമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പക്ഷെ സർക്കാരിന്റെ നയപരമായ തീരുമാനം ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സ്കൂളിൽ ഒരു വിശാലമായിട്ടുള്ള സർവകക്ഷി മീറ്റിംഗ് ചേർന്നുകൊണ്ട് ആ മീറ്റിംഗ് തീരുമാന പ്രകാരം പ്രധാനപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് MLA-യെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കാണാനുള്ള തീരുമാനം എടുക്കാം. അതിൽ കൂടെ നഗരസഭയും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ സമയത്ത് മഴയത്തും വെയിലത്തും ഒന്നും വകവെക്കാതെ ഒരുപാട് കാലം നമുക്ക് വേണ്ടി സേവനം ചെയ്ത ആ മഹതിയുടെ ഭാവി ജീവിതം വളരെ സന്തോഷകരവും ഏറ്റവും വലിയ ഗുണകരവുമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഭാവി ജീവിതത്തിൽ നേർന്നു നിർത്തുന്നു. നിങ്ങൾക്ക് ജയ് ഹിന്ദ്. ടീച്ചറുടെ മറുപടി പ്രസംഗം ഏതാനും നിമിഷങ്ങൾ. വളരെയധികം സ്നേഹവും സഹകരണവുമുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിനും ഉപഹാരങ്ങൾ തന്നതിനും നമ്മുടെ എൻ്റെ സഹപ്രവർത്തകരോടും നാട്ടുകാരോടും PTA-യോടും മാനേജ്മെന്റിനോടും എല്ലാവരോടും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. البارح كان يبغيني